ഹലോ ഗായ്സ്, അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഒരു ഫോറസ്റ്റിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പ്രേതങ്ങളും അമാനുഷികമായിട്ട് എന്തൊക്കെ ഉണ്ടെന്നാണ് ജനങ്ങളൊക്കെ പറയണത് കേട്ടോ. അപ്പം അങ്ങനെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഈ നാട്. അപ്പോൾ ഈ കാണുന്ന കേട്ടോ നമ്മളെ ഫോറസ്റ്റ്, ഒരു ഭാഗത്ത് പച്ചപ്പും ഒരു ഭാഗത്ത് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ തന്നെ അറിയാലോ ഡിഫറൻസ് എന്താണെന്ന്. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് അറിയണമല്ലോ. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു സമയം തിരഞ്ഞെടുത്ത്, ഇപ്പോൾ സമയം ഒരുപാട് സമയത്താണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെയാണ് നമ്മളെ ഫോറസ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മളെ ഫോറസ്റ്റ് ഇത് പറയുന്നത്. അപ്പോൾ ഈ ശരിയാകുന്ന തോന്നുന്നു. കാരണം ജനങ്ങളൊക്കെ പറയുന്നത് എന്തൊക്കെയാണ് മാനസികമായിട്ട് എന്തൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് എനിക്ക് എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഇവിടെ ആരും ഉള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ആരാണ് ഹലോ, അതെയോ? അപ്പോൾ ഇതൊക്കെ എന്തിനാ എന്നെ വിളിച്ചാൽ പറയുന്നത്? പോലീസ് സ്റ്റേഷനിൽ പോയി വിളിച്ച് അറിയിക്കോ? ഞാനൊരു ടെക്നിക്കല്ലേ നിൽക്കുന്നില്ലാണോ? അതെയോ? 5 ലക്ഷം രൂപയോ? ഓക്കെ ഓക്കെ, ആ കേസിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് വാട്സപ്പ് ചെയ്യൂ, ഞാൻ അന്വേഷിക്കാം. ഓക്കെ, ശരി ശരി. നോക്കിയപ്പോ ഈ ഫോറസ്റ്റ് കാണുന്നല്ലേ പറഞ്ഞത്, ഈ ഫോറസ്റ്റ് കാണുന്നല്ല പറഞ്ഞത്. ഇവിടെ എത്തിയപ്പോ ഒരു ലീഡും കിട്ടുന്നില്ലല്ലോ. പക്ഷെ ഞാനാണെങ്കിൽ കേസ് എടുത്തിട്ടും പോയി. വ്ളോഗറുടെ ബേക്കാണല്ലത്. വ്ളോഗർമാരൊക്കെ ഉപയോഗിക്കണമെന്ന് എനിക്കറിയില്ലല്ലോ. വ്ളോഗർമാരെ ഉപയോഗിക്കണ ബേക്കപ്പ് എൻ്റെ കയ്യിൽ കിട്ടിയില്ല. അപ്പൊ അന്നേരം എന്തായാലും ഒരു വ്ളോഗറാണ്. അതെ, വ്ളോഗിൽ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ കാടിനെ കുറിച്ച് അറിയാമോ? അപ്പൊ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? ആദ്യം ആ വ്ളോഗറിന്റെ ഡീറ്റെയിൽസ് കിട്ടണം. അവരാരാ, എവിടുന്ന്, എന്തിനാ ഈ ഭാഗത്തേക്ക് വന്നതെന്ന് അറിയണം. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയണം. ആദ്യം അത് കണ്ടുപിടിക്കണം. ഹലോ, ഞാൻ ഒരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞങ്ങളെ കാണാനായിട്ടൊരു ബ്ലോഗറെയാണ്. അപ്പോൾ ഈ സിറ്റിയിൽ എത്ര ബ്ലോഗർമാരുണ്ട് എന്ന് അന്വേഷിച്ചിട്ട് തന്നെ അറിയില്ല. അതിൽ ആരാണ് കാണാതായതെന്ന് എന്ന് അന്വേഷിച്ചിട്ട് അറിയില്ല. ഓക്കെ, എന്നിട്ട് അവൻ്റെ ഫോട്ടോ എനിക്ക് വാട്സപ്പിൽ ഇമെയിൽ ചെയ്യാം. ഓക്കെ ഓക്കെ. ഹലോ, കിട്ടിയോ? എന്നാൽ അവൻ്റെ ഫോട്ടോ എനിക്ക് വാട്സപ്പിൽ അയച്ചു. ഓക്കെ, അവൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വാട്സപ്പിൽ അയച്ചു. ഓക്കെ ഓക്കെ, ശരി. എന്നിട്ട് ഒരാ കില്ലറ കൊടുത്തു. ഇവരായിരുന്നു ആ ബ്ലോഗർ. അവരെ കാണാൻ എന്നെപ്പോൾ തന്നെ ഉണ്ടല്ലോ. അതായത് എന്നെ പോലിരിക്കുന്ന വേറൊരു ഇത്തരാണോ ഇത്? ഇതൊക്കെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ 5 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ, അതേപോലെ എന്നെ പോലിരിക്കുന്ന ഒരുത്തൻ മനുഷ്യരൊക്കെ ഇതൊക്കെ കണക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയും കുഴപ്പമുള്ളത് പോലെ ഇരിക്കും.
ഞാനൊരു ഡിറ്റക്റ്റീവാണ്, പോലീസുകാരൊക്കെ കേസ് എടുക്കലുമില്ല. അപ്പം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എവിടെ എന്തൊക്കെ മിസ്റ്റേക്ക് തോന്നുന്നു. ഹലോ, ആ പറയൂ. ആ കാട്ടിൽ അമാനുഷിക ശക്തി കൊണ്ട് വന്നിട്ട് ഉണ്ടായതാണോ? അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടോ? അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല ഫോറസ്റ്റിന്. നമുക്ക് നാട്ടാരൊന്നും അങ്ങനെ പറഞ്ഞു നടക്കണമൊന്നുമില്ല. ആ ശരി ശരി, ഞാനൊന്ന് അന്വേഷിച്ചോട്ടെ. കാരണം ഞാനവിടെ പോകാറുള്ളതാണ്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകാറുള്ള. ശരി. പോലീസ് കേസ് ഏറ്റെടുക്കലില്ല. അമാനുഷിക ശക്തി. ഹലോ, ആ നാട്ടിൽ ആരെങ്കിലും അമാനുഷിക ശക്തിയോ അങ്ങനെ വല്ലതും പറഞ്ഞു നിർത്തണ്ടോ? ഈ ഡേറ്റ് ഈ അറിഞ്ഞായിരുന്നോ? അതങ്ങനെ അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വിളിക്കാം. എന്നത്തോടാണ് അവനായിരിക്കണം ചെയ്യും. എന്തൊക്കെ അവൻ്റെ പോക്കിൽ വേറെ എങ്ങനെ? ഹലോ, ആ ഉണ്ടായില്ലേ? ആ ഓക്കെ, അവൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് വാട്സപ്പ് ചെയ്യട്ടോ. കാരണം എനിക്ക് അവനെ വേണം. ഒരിക്കലും അവനുണ്ടാവും പാടില്ല. ഓക്കെ 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 ഓക്കെ, അവൻ്റെ വാട്സപ്പും ഡീറ്റെയിൽസൊക്കെ എനിക്ക് വാട്സപ്പ് ചെയ്യും. ഓക്കെ ശരി, അവൻ്റെ ഡീറ്റെയിൽസ് എല്ലാതും എനിക്ക് വാട്സപ്പ് ചെയ്യും. ഓക്കെ ഓക്കെ. ഹലോ, ആ കിട്ടിയോ? ഇന്നവൻ്റെ ലൊക്കേഷൻ അയക്കി. ആ പെട്ടെന്ന് കഴിഞ്ഞാതായിരുന്നു. നീ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഏതാണ് നിന്റെ ലൊക്കേഷൻ എന്ന് എനിക്കറിയാം. നീ ഇവിടെ ഒളിച്ചിരിക്കാന്ന് എനിക്കറിയാം. മര്യാദക്ക് എൻ്റെ മുന്നിൽ വന്നു, ഇല്ലെങ്കിൽ No!